തൃശൂർ കോർപ്പറേഷനാണ് ഇപ്പോൾ UDF മുന്നിട്ട് നിൽക്കുന്നത്. കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF തന്നെ മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂർ സമാസമമാണ്. കണ്ണൂർ 19-19, തൃശ്ശൂരും ഏതാണ്ട് സമാസമമാണ്. 11-10 എന്ന നിലയ്ക്കാണ്. ഒരു സീറ്റിന്റെ മേൽക്കൈയാണ് UDFനുള്ളത്. അവിടെ 5 സീറ്റ് BJP ആണ് ജയിച്ചിരിക്കുന്നത്. 5 സീറ്റ്. ഈ സമയത്തെ ഗ്രാമപഞ്ചായത്ത് ടാലി LDF 408, UDF 326, BJP 30, മറ്റുള്ളവർ 31. ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ ആധിപത്യം തുടരുന്നു. 87-60. ജില്ലാ പഞ്ചായത്ത് 8-6. മുനിസിപ്പാലിറ്റി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 43 മുനിസിപ്പാലിറ്റികൾ ഇടതുപക്ഷത്തോടൊപ്പം, 41 UDFന്. ഒരു മുനിസിപ്പാലിറ്റി BJP, മറ്റുള്ളവർ 1. കോർപ്പറേഷനിൽ 3-3. ഇതാണ് നമ്മോടൊപ്പം CPMന്റെ മുതിർന്ന നേതാവ് ശ്രീ M. വിജയകുമാറുണ്ട്. വിജയകുമാർ, താങ്കൾക്ക് കുറച്ചു കാലത്തിന് ശേഷം ചിരിക്കാൻ കഴിയുന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പുഞ്ചിരിയുടെ കാര്യത്തിൽ വിജയകുമാർ ഒരു കുറവുണ്ടായിട്ടില്ല, ഒട്ടും ഉണ്ടായിട്ടില്ല. അത് കൊള്ളാം. അതുകൊണ്ട് തന്നെ ഉത്തരം പറയേണ്ടതായിട്ടില്ല. പക്ഷേ അരുവിക്കര സിൻഡ്രം എന്നുള്ള സിൻഡ്രമായിരുന്നു ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. ആ സെൻറ്ററത്തെ മുറിച്ചു കടന്നിരിക്കുന്നുവെന്നാണ് ഈ ഫലം മനസ്സിലാക്കുന്നത്. അരുവിക്കര ഒരു തികച്ചും ഒറ്റപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. അത് പറയാതിരിക്കാനാവില്ല. അതിനെ പല രൂപത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ UDF ആണ് വിജയിച്ചത്. UDF വിജയിച്ചെങ്കിലും 39%, 100-ൽ 39 ഉള്ളൂ സപ്പോർട്ട്. വളരെ പ്രധാനപ്പെട്ട ചില സൂചകങ്ങൾ, അതായത് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയ അനുമാനങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ചില സൂചകങ്ങൾ വരുന്നുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും BJP SNDP സഖ്യം കയറിപ്പിടിച്ചത് UDFന്റെ വോട്ടുകളെയാണ്. തലശ്ശേരിയിൽ BJP 2ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഒരുപക്ഷെ അവിടെ UDF ശിഥിലമാകുന്നു. ജെയിംസ്, മൊത്തം UDFന്റെ ഉമ്മൻചാണ്ടിയുടെ സ്ട്രാറ്റജി മൊത്തം പാളിയും. ഇപ്പോൾ ബ്രിട്ടാസ് പറയുന്ന പോലെ ഒരു സ്വീപ്പ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലാ കാലത്തും ഇടതുപക്ഷമാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നേരിയ ഒരു മുൻതൂക്കം LDFനുണ്ടെങ്കിലും ഇതൊരു ക്ലീൻ സ്വീപ്പ് എന്ന രീതിയിൽ അവകാശപ്പെടാനാവില്ല എന്നുള്ളതാണ് എന്റെ വിജയം കിട്ടിയാൽ മാത്രമേ LDFന് ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസിന് അവിടുത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും, BJPയും CPIMുമായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും CPMനെ നേരിടാൻ ഞങ്ങൾക്കേ സാധിക്കൂ എന്നുള്ള ഒരു സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പത്മജ, ഇത് സംസ്ഥാന ഗവൺമെന്റിന് മേലുള്ള ജനവിധിയായിരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, ശ്രീ ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായിട്ടും ഈ ജനവിധിയിൽ ഒരു 55-60% സീറ്റ് കിട്ടണമല്ലോ. അതങ്ങനെ വരുന്നില്ല എന്നാണ് കാണുന്നത്. ജനവിധി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകേണ്ടത് എന്താണ് പത്മജ? അല്ല, അങ്ങനെ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്താണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്ഥാനാർത്ഥികൾ ഇതിലൊരു പ്രധാന ഘടകമാണ്. പല സ്ഥാനാർത്ഥികളും നമുക്ക് തന്നെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ വിചാരിച്ചിരുന്നു ചെറിയൊരു പിന്നിലോട്ട്, പക്ഷെ ഇത്രയും പിന്നിലോട്ട് പോകുന്നു വിചാരിച്ചിട്ടില്ല. ഇത്രയും പിന്നോട്ട് പോകുന്നു വിചാരിച്ചില്ല. ശ്രീ വിജയകുമാർ, ഒരുപക്ഷെ LDFന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഫലത്തിലെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതുണ്ട്. LDFന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. മലപ്പുറത്ത് തിരൂർ നഗരസഭ LDF പിടിച്ചിരിക്കുന്നു. തിരൂര് ചെറിയ പോയതുകൊണ്ടാണ് തിരൂര് വളരെ പ്രധാനപ്പെട്ട. ഈ സമയത്ത് ഒരുപക്ഷെ അജിത്തെ പറയാവുന്ന LDFന്റെ മുന്നേറ്റം സംസ്ഥാനത്ത് നടക്കുന്നു. പല അട്ടിമറികളും സംഭവിക്കുന്നു. പാലക്കാട് നഗരസഭ BJP മുന്നിൽ, തിരൂര് നഗരസഭ ഇടതുപക്ഷം പിടിച്ചെടുത്തിരിക്കുന്നു. കൊണ്ടോട്ടിയിൽ ലീഗിന് തിരിച്ചടി. പല സ്ഥലങ്ങളിലും UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീ M. വിജയകുമാർ UDF 3ാം സ്ഥാനത്ത്, BJP 2ാം സ്ഥാനത്ത്. അതുതന്നെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണല്ലോ ഈ തന്ത്രം ആവിഷ്കരിച്ചത്. അതിൻ്റെ നേർവിപരീതമാണ് റിസൾട്ട്. അത് അരുവിക്കരയിൽ ആദ്യം പ്രഖ്യാപിച്ചതാണ്. വെച്ചാൽ BJPക്ക് 2ാം സ്ഥാനം, ഇത് അദ്ദേഹം പറഞ്ഞതാണ്. അതിൻ്റെ ഫലം എന്താ ഇവിടെ ഉണ്ടായത്? UDF 3ാം സ്ഥാനത്തേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ
ദുരന്തമാണ്, പരാജയമാണ്, അല്ലെങ്കിൽ തിരിച്ചടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുനിസിപ്പാലിറ്റി ചന്ദ്രശേഖർ ഇടതുപക്ഷം ആധിപത്യം സ്ഥാപിക്കുന്നതായി കാണുന്നു. ഇതാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നാളത്തെ തലവാചകമാകേണ്ട ഒരു വാർത്തയാണ് ഞങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അജിത്ത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്തോ വാർത്ത. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF 38, UDF 10, BJP 14, അതേഴ്സ് 4. പകുതിയിലേറെ സീറ്റ് വന്നു കഴിഞ്ഞു. രാജേട്ടന്റെ മക്കളും വിജയിക്കും, അവരെയും വിജയിപ്പിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന. ഇടതുപക്ഷം വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം സാധ്യമാകുന്ന രീതിയിലേക്കുള്ള ട്രെൻഡാണ് കാണുന്നത്. പക്ഷേ ഇനിയും ഒരുപാട് സീറ്റുകളിലെ സൂചകം വരാനുണ്ട്. അല്ല, ഇത് ലീഡ് മാത്രമാണ്. ട്രെൻഡാണ്. ഇത് വാർഡുകൾ വന്നതാണ് ചന്ദ്രശേഖർ ഡിക്ലെയർ ചെയ്തതാണ്. അതായത് 100 ട്രെൻഡാണ്. പക്ഷേ ഈ ട്രെൻഡ് മാറാനുള്ള CPIയുടെ രാജനുണ്ട്, പറയൂ രാജൻ. ഈ ട്രെൻഡ് മാറാനുള്ള വലിയ സാധ്യതയില്ല. ഞാൻ ആന്റണി രാജുവിന്റെ അടുത്ത് തന്നെ ഇരുന്നതിൽ സന്തോഷം. കാരണം വെച്ചാൽ രാജ് മാറിക്കഴിഞ്ഞിരിക്കണു. ഇല്ല, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചുരുക്കി പറയണേ, സമയം നമുക്ക് ഞാൻ പറയുന്നില്ല, VS സുധീരൻ പറഞ്ഞ കാര്യം, ഈ ജനവിധി തീരുമാനിക്കട്ടെ എന്നാണ്. മാണിയുടെ കാര്യത്തിൽ ജനവിധി തീരുമാനിക്കട്ടെ എന്നാണ്. ജനവിധി തീരുമാനിച്ചു തിരുവനന്തപുരത്ത്. ഇപ്പോ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും ഒഴിച്ച് മറ്റ് 3 സ്ഥലത്തും LDF മുന്നിട്ട് നിൽക്കുന്നു. 430 ഗ്രാമപഞ്ചായത്തുകളിൽ LDF മേൽക്കൈ, UDF 323, BJP 27 ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നിലെത്തിയിരിക്കുന്നു. LDF ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 92 ലീഡ് ചെയ്യുന്നു. 56 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. ഒരിടത്ത് മറ്റേതോ വിഭാഗക്കാര് ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ 7 എന്ന നിലയ്ക്ക് 2 മുന്നണിയും പങ്കിട്ട് നിൽക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ നേരിയ ഒരു മുൻതൂക്കം ഇപ്പോൾ LDFനുണ്ട്. 48 മുനിസിപ്പാലിറ്റികളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. UDF 35-ലാണ്. ഇവിടെ BJP മുന്നിട്ട് നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടി ഉണ്ട്. അത് പാലക്കാടാണ്. അതെ. പാലക്കാട് BJP ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവര് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചുള്ള സ്ഥലമാണ്. പ്രഖ്യാപിച്ചുള്ള അല്ല, ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഇരു മുന്നണികളും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തത് BJP. കോഴിക്കോട് ശോഭ ഇടതുപക്ഷം കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നു. 75 സീറ്റില് 39 സീറ്റിൽ LDF. വിജയകുമാർ ക്യുക്കായിട്ട് ഇത് ട്രെൻഡാണ്. ശോഭ പറഞ്ഞോളൂ, പൂരിപ്പിച്ചോളൂ. അല്ല, അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ ചർച്ചയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നില്ല ഇടതുപക്ഷത്തിന്റെ ചർച്ചയും അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളും. എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു, അതല്ലെങ്കിൽ SNDPയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ആ സമയത്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. ഗുലാം നബി ആസാദ് പറഞ്ഞത് LDFും UDFും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക, എന്നിട്ട് BJPയുടെയും ജനകീയ ബദലിന്റെയും മുന്നേറ്റത്തെ തടയുക. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിണറായി സഖാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. അപ്പൊ ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ വിധിയെ മനസ്സിലാക്കുമെന്നുള്ളത് തന്നെയാണ്. ചന്ദ്രശേഖർ വളരെ പ്രധാനപ്പെട്ട സൂചകം, അതായത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ 7-7 ആണ്. മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കോയ്മയുണ്ട് 40. അത് അത്ഭുതകരമായിട്ട് വീണ്ടും വന്നതാണത്. അതെ.